എല്ലാവർക്കും നമസ്കാരം. ഇബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പായസവുമായിട്ടാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് നുറുക്കുണ്ടല്ലോ, അത് വെച്ചിട്ട് അടിപൊളി ഒരു പാൽ പായസം, നല്ല ക്യാരമൽ പാൽ പായസമാണ്. അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് നുറുക്കാണ്. ഒരു 1/2 കപ്പ് ഗോതമ്പ് നുറുക്ക് വെള്ളത്തിൽ കുതിർത്ത് ഒരു 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം ഇതേണ്ട വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഇതേണ്ട ഇതേപോലെ ഒരു കുക്കറാണ്. ഞാനിപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. ഇത് ഈ പായസത്തിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാരമലൈസ് ചെയ്തെടുക്കുന്നതാണ്. അത് കരിഞ്ഞു പോയാൽ പായസത്തിൻ്റെ മൊത്തം ടേസ്റ്റും പോകും. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വേണ്ട ചെറുതായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെയും ഒന്ന് മെൽട്ടായി വരുന്നിടം വരെയും ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗർ ക്യാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഷുഗർ ക്യാരമലൈസ് ആയതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തോട്ട് 1 ലിറ്റർ പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. 1 ലിറ്റർ തനി പശുവിൻ പാലൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇത് ഒഴിക്കുമ്പോഴത്തേക്കിന് ഒരു ഗ്ലാസ് പോലെ ഇങ്ങനത്തെ ഇതൊക്കെ കാണും, പക്ഷേ ഇതങ്ങ് മെൽറ്റ് ആയിക്കോളും. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഇതെല്ലാം അലിഞ്ഞ് ഈ പാലിനകത്ത് ചേർന്നോളും. അപ്പോൾ ഇനി ഇതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ പായസത്തിന് കുറച്ച് മധുരം കൂടെ ആവശ്യമാണ്. അപ്പം ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലും പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് 1-2 ഏലക്ക ഇതേപോലെ ചതച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പ് നുറുക്കും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ചെറിയൊരു തരിയുണ്ട്, നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗോതമ്പ് നുറുക്ക്, അതും ഇതിനേക്കാളിലും കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 30 മിനിറ്റ് നമ്മൾ ഈ പായസത്തിൻ്റെ കൂട്ടെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ പായസം വേവിച്ചെടുക്കാൻ വേണ്ടി. 30 മിനിറ്റ് മസ്റ്റായിട്ടും വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ അടിക്കും എങ്കിൽ പോലും നമ്മൾ 30 മിനിറ്റ്സ് മിനിമം ഇത് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഗോതമ്പ് നുറുക്കും പാലും പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പാൽപ്പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്കും പാലും എല്ലാം കൂടെ ചേർന്നതിൻ്റെ നല്ലൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. പാൽപ്പായസം കണ്ടില്ലേ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല കറക്റ്റ് ഫ്ലേവറും കറക്റ്റ് കൺസിസ്റ്റൻസിയും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ വളരെ ഈസിയാണ്. നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് റൈസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പായസം നമുക്ക് കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടെ പാല് തിളപ്പിച്ച് ഒഴിച്ചേച്ചാൽ മതി ഇതിനകത്തോട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലേവറിങ് എന്നുള്ള രീതിയിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് കാഷ്യൂ നട്ടോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നോർമൽ പാൽ പായസത്തിൽ ഏലക്ക പോലും ചേർക്കാറില്ല, പക്ഷേ നമ്മൾ ഗോതമ്പ് നുറുക്കായതുകൊണ്ടും അതിന് കുറച്ചൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയാണ് ഏലക്ക ചേർത്തത്. ഈ നെയ്യും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു അസാധ്യ മണമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പായസം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിത് ഈ പായസം നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാം. എല്ലാവർക്കും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മളൊരു അടുത്ത അടിപൊളി ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.